മണി നിനക്ക് പഴയ രഘുമാർ സാർ അറിഞ്ഞൂടെ? രഘുമാർ സാർ ഇപ്പം മലയങ്കിഴി ബ്രാഞ്ചിലാണ്. ഞാൻ രാംകുമാർ സാറും കൂടെ പോയത് കണ്ടായിരുന്നു. കാണാൻ വേണ്ടി പോയ അവിടെ വരെ? ഞങ്ങൾ അത് വീഴുമ്പോ സാറ് പറഞ്ഞു നോക്കിയാൽ കാണാന്ന് വെച്ചിട്ട്. പിന്നെ മണി വേറൊരു കാര്യം, മലയങ്കിഴി ബ്രാഞ്ചില് ഒരു കമുക്, ഒരു വെറൈറ്റി സാധനം. കമുകിൽ അതിന്റെ പാക്കുണ്ടല്ലോ, ഒരു പിങ്ക് കളർ. പിങ്ക് കളറിലെ പാക്ക നിറയെ കാച്ചു നിൽക്കുന്നു കോലയായിട്ട്, പക്ഷെ പിങ്ക് കളർ. സത്യം ശരിക്കും? അതല്ലേ ഞാൻ പറഞ്ഞ വെറൈറ്റി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം കാണുന്നത്. ആണോ? ഇന്നലെ അതിന്റെ തൈ കിട്ടുമെന്നൊന്ന് ചോദിച്ചുകൂടായിരുന്നു? അപ്പൊ തന്നെ കിട്ടൂല. അത് കാര്യം അറിയുമോ, സെക്യൂരിറ്റി ഞാൻ പറയുമ്പോ അയാൾ പറഞ്ഞു, അയാൾ പരിചയമുള്ള ആളെ തന്നെ, അങ്ങേര് പറഞ്ഞു അത് ഇമ്പോർട്ട് ചെയ്തായിട്ടാണ്. ഇമ്പോർട്ട് ചെയ്തായിട്ടാണെങ്കിലേ നമ്മുടെ നാട്ടിൽ പിടിച്ചു കിട്ടാൻ പണിയാണ്. നമ്മുടെ മണ്ണും ശരിയാവില്ല, ക്ലൈമറ്റും ശരിയാവില്ല. ഒരുപാട് കെയർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു വരുമായിരിക്കും. കാര്യം ചെയ്യാം. സൂപ്പർ സംഭവം എന്നറിയുമോ, വലിയ ഹൈറ്റ് ഒന്നും ഇല്ല, പക്ഷെ ഇങ്ങനെ ഇറങ്ങി പിടിച്ച് നിൽക്കുന്നു. നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കിയാലോ എവിടെങ്കിലും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രാജിയുടെ നഴ്സറി ഒന്ന് ട്രൈ ചെയ്താലോ? അവിടെ അഥവാ ഇല്ലെങ്കിലും ഒപ്പിച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് ചെടി പറഞ്ഞാലും കിട്ടും. നമുക്ക് നോക്കാം. അമ്മ, നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്ന? ഞാൻ എവിടെയൊക്കെ നോക്കിന്നറിയോ? നീ എവിടെയെങ്കിലും തപ്പിട്ട് വല്ല കാര്യം ഉണ്ടോ വേണ്ട? ഞങ്ങൾ ഇരിക്കടുത്ത് നോക്കണ്ടേ? കോമഡി പറയാതെ ഒന്ന് പോ അമ്മ. അവിടുന്ന് അവിടെ പിങ്കിക്ക് ഒട്ടും വയ്യ, നല്ല പനിയും വയറുവേദനയും. പെട്ടെന്ന് വയറുവേദന? എനിക്ക് തോന്നുന്നതേ അപ്പൻഡിക്സിന്റെ തുടക്കമാണെന്നാ തോന്നുന്ന ലക്ഷണം കണ്ടിട്ട്. അയ്യോ, അത് ഇത്തിരി സീരിയസ്. വാ ഇങ്ങോട്ട്. മോളെ പിങ്കി, മോളെ കണ്ടോ? എന്ത് മോളെ? എന്ത് പറ്റി? എനിക്ക് കൊറേ നേരമായി തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത് അപ്പൻഡിക്സിന്റെ തുടക്കമാണെന്ന്? ഇങ്ങനെ തീരുമാനിക്കില്ലേ? മണി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ. നീ റെഡിയാവോ? റെഡിയാവാനൊന്നുമില്ല, റെഡി തന്നെ. വിളിച്ചോ, വണ്ടി വിളിച്ചോ. മോളെ വിഷമിക്കണ്ട കേട്ടോ, ഇപ്പൊ നമുക്ക് ഡോക്ടറിന് പോവാം. ഞാൻ വണ്ടി പിടിച്ചിട്ട് വരാം. അവളെ അമ്മ അവക്ക് കൊളുത്തി പിടിക്കുന്ന പറയണേ. ഇനി ചിരിക്കാൻ നോക്കി നോക്ക്. കുഴപ്പമില്ല, ചെറുതായിട്ടൊന്ന് ശ്രമിച്ചു നോക്ക് മക്കളെ, ശ്രമിച്ചു നോക്ക്. വാ, ഞാൻ പിടിക്കാം. എണ്ണിച്ചു നോക്ക്, എണ്ണിച്ചു. ഇല്ല കുഴപ്പമില്ല, അമ്മ ഹെൽപ്പ് ചെയ്യാം. കാലെടുത്ത് വെച്ചിട്ടമ്മ ഹോസ്പിറ്റലിൽ പോകണ്ടേ? നല്ല ചൂടുണ്ട് കേട്ടോ. അതെ, വണ്ടി വന്നോ ഞാൻ നോക്കിട്ട് വരാം. ഇവിടെ വേദന വല്ലതും കഴിച്ചതിന്റെ ദേനക്കേടുള്ളതായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും വരും. ഇൻഡൈജഷൻ ആണെങ്കിലും പനിയും വരും. മേടിക്കല്ലേ കേട്ടോ. നീ വണ്ടി കയറി. വിഷമിക്കണ്ട മോളെ. അമ്മ, ഞാനേ വാതിൽ അടച്ചിട്ട് വരാവേ. നീ ഇവിടെ നിന്നാ മതി, വീട്ടിൽ ആരും ഇല്ലല്ലോ. പക്ഷെ ഞാൻ വരണ്ടേ? വേണ്ട. എന്തെങ്കിലും സർജറി വല്ലതും വേണോ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആള് വേണ്ടേ? അത് കുഴപ്പമില്ല, ആവശ്യം ഉണ്ടെങ്കിൽ മോളെ ഞങ്ങൾ അവിടെ ചെല്ലട്ടെ, എന്നിട്ട് അവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിന്നെ വിളിച്ചു പറഞ്ഞു, ഒരു വണ്ടി പിടിച്ചു വന്നാൽ മതി. ബൈ, പോകാം കേട്ടോ. നീ ചെറുതിക്ക് വിളിക്കാം. ബാക്കിൽ കഥ അവക്ക് നല്ല പെയിൻ ഉണ്ട്. ഓക്കെ, നീ വിഷമിക്കണ്ട, വിളിക്കാം കേട്ടോ. ഹലോ അച്ഛ, എന്തായി? സ്കാൻ റിപ്പോർട്ട് കിട്ടിയോ? അപ്പൻഡിക്സ് അല്ലേ? ഓ ഭാഗ്യം. പിന്നെന്താണ് പ്രശ്നം? യൂറിനറി ഇൻഫെക്ഷനാ? അതിനിങ്ങനെ വരും ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, അഡ്മിറ്റ് ആക്കണോന്ന് വല്ല പറഞ്ഞോ? വേണ്ടേ? എത്താറായ? ശരി അച്ഛാ. ഓക്കെ. എന്റെ ഫ്രണ്ട് റിയക്ക് ഇതുപോലെ വേദന വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് നിലവിളിയായിരുന്നു അവളവിടെന്ന്. ഈ പെണ്ണാണെങ്കിൽ വെള്ളവും കുടിക്കൂല. ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്കാം. പതുക്കെ ഇറങ്ങ മോളെ, സൂക്ഷിച്ചിറങ്ങ. പേടിക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അവള് പിടിച്ചോ. ഇവിടെ അവിടെ ഇരുത്തോളെ. വെള്ളം വേണോടി? ഓക്കെ.
വെള്ളം കുടി. കുറച്ച് വെള്ളം കുടി. കുടിക്കൂ. വെള്ളവും കുടിക്കൂല. ചെറിയൊരു വേദന വന്നപ്പോഴേ അവള് തളർന്നുപോയി. നല്ല ബുദ്ധിമുട്ടുള്ളതാണ്, അല്ലെങ്കിൽ തന്നെ പറഞ്ഞാൽ മനസ്സിലാവൂല നമുക്ക് ആ വേദന. അവളല്ലേ അനുഭവിക്കണേ. ഇനി അവിടെ നിന്ന് റെസ്റ്റ് എടുക്കാം. അവിടെ പോയിക്കടാ. നിനക്ക് നല്ല പെയിൻ ഉണ്ടോ? കുറവുണ്ടോ? മക്കളെ നല്ലോണം വെള്ളം കുടിച്ചാലേ ഇത് മാറുള്ളൂ. മരുന്ന് കൃത്യമായ സമയത്ത് കഴിച്ചു തീർക്കണം കേട്ടാ. ഇന്ന് രാത്രിത്തേക്ക് മുന്നേ ഈ വെള്ളത്തില് മരുന്ന് ഒഴിച്ച് കുടിച്ചു തീർക്കണം കേട്ടാ. അല്ലാം വെച്ച് വേണമെങ്കിൽ ചെയ്തോ. നിനക്ക് മര്യാദക്ക് വെള്ളം കുടിച്ചൂടേടി. വെള്ളം കുടിക്കാതെ ഒന്നുകൊണ്ടല്ലേ ഇങ്ങനെ വന്നേ? വെള്ളം കുടിക്കാതിരുന്നാൽ മാത്രമല്ല മക്കളെ, വേർത്താലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടും വരും. അതെ, പുറത്ത് പോകുമ്പോൾ ബാർലി വാങ്ങിച്ചോണ്ട് വരണം. അതേപോലെ ഇത്തിരി കരിമ്പിന്റെ ജ്യൂസ് വീട്ടിലും കിട്ടുവാണെങ്കിലേ അതും കുപ്പിയിൽ വാങ്ങിച്ചോണ്ട് വളരെ നല്ലതാണ്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഉറങ്ങിപ്പോയത് മറന്നു ഇത് കുടിക്കാൻ. എടി നിന്റെ ഹെൽത്ത് ആണ്, അതുകൊണ്ട് തന്നെ നീ അലാറം വെച്ചിട്ട് നീ തന്നെ കുടിക്കണം. പെയിൻ വന്നാലേ ഞങ്ങൾ ആരും അല്ല വേദന അനുഭവിക്കുന്നത്, നീ തന്നെയാണ്. അത് മനസ്സിലാക്കുക. വേദനയോ? സത്യമായി കുഞ്ഞുണ്ടല്ലോ, ഇവൾക്ക് സാധാരണ ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയല്ലേ. ഇത് വേദന സഹിക്കാൻ വയ്യാതെ അവൾ അനങ്ങാതെ കിടന്ന് ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷന്റെ വേദന കൊണ്ടു. അത് കണ്ടപ്പോ സത്യം പറഞ്ഞ മണി എനിക്ക് സങ്കടമായി പോയി. ഭയങ്കര പെയിൻ ആണ്. എന്റെ ഫ്രണ്ടിന് ഇതുപോലെ വന്നിട്ടുണ്ട്. അതോ 2-3 പ്രാവശ്യം ഇവിടെ കുത്തി പെയിൻ കിട്ടാഞ്ഞിട്ട്. മരുന്ന് മര്യാദക്ക് കഴിച്ച് ഇതൊക്കെ കുടിക്കുമ്പോ മാറും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ അടുത്ത് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നോ? നീ ഇവിടെ പോയപ്പോ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? ഞാൻ അവസാനം പൂജാമുറി കയറി പ്രാർത്ഥനയായിരുന്നു. അയ്യോ, എന്ത് പ്രാർത്ഥിച്ചേ? എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴല്ലേ ചേച്ചിയുടെ സ്നേഹം അറിയാൻ പറ്റുള്ളൂ. തിരിച്ചു അതേപോലെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ അവളല്ലേ ജീവൻ കൊണ്ട് പോണത് അല്ലേ? അയ്യോ വയ്യ. ക്ഷീണിച്ചു. നിങ്ങളിരി, ഞാനേ മക്കൾക്ക് കഞ്ഞി ഉണ്ടായിക്കൊണ്ടുവരാം. അവിടെ കൊണ്ടുവരാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. വെള്ളം കുടിക്കണേ. കഞ്ഞി ഉണ്ടാക്കി അടിച്ചു പോണു. ഒരു കാര്യം ചെയ്യും, കൊടുക്കണേ അവർക്ക് ഇടയ്ക്കിടയ്ക്ക്. നീ എടുത്ത് കുടിക്കണം കേട്ടാ. ഞാൻ അമ്മ അച്ഛനെ ഹെൽപ്പ് ചെയ്തിട്ട് വരാം. നല്ല കാര്യങ്ങളൊക്കെ നടക്കും. ചേച്ചി, നീ എന്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കോ? എന്തുവാടി കിടന്ന് കൊഞ്ചുന്നേ? ഇരിക്കോ, സ്നേഹം ഉണ്ടോ നോക്കട്ടെ. ഞാൻ അടുത്തിരുന്നിട്ട് നിനക്ക് എന്തിനാ? അതെ, അടുത്തിരുന്നിട്ടേ എനിക്ക് കുറച്ച് മസാജ് ചെയ്തിരുന്നല്ലോ. ഓ, കിട്ടിയ ഗ്യാപ്പിൽ നീ മുതലെടുക്കുകയാണല്ലേ വയ്യാന്നും പറഞ്ഞിട്ട്. മസാജ് തരുമോ? എനിക്ക് വയ്യ. വയ്യ. പ്ലീസ് ചേച്ചി, പ്ലീസ് 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 ചേച്ചി. നല്ല ചൂടുണ്ടല്ലോ നിനക്ക്. വയ്യാത്തോണ്ട് മാത്രം മസാജ് ചെയ്ത് തരാം. പതിയെ പതിയെ ഇവിടെ കിടന്നു. ഈ പോയൊക്കെ അങ്ങ് മാറ്റും. അല്ല, ഇവിടെ ഇവിടെ കള്ളി. താങ്ക് യു.